വെറും 100 രൂപയ്ക്ക് തമിഴ്നാട് സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് പരിചയപ്പെടുത്തി തരാം. കൊച്ചിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി സ്പോട്ടും കൂടെയാണിത്. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്. 2 പീസോട് കൂടിയിട്ട് വരുന്ന ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും 100 രൂപയാണ് കേട്ടോ ബിരിയാണിക്ക് വരുന്നത്. തമിഴ്നാട് സ്റ്റൈൽ നല്ല മസാലയോട് കൂടിയിട്ടുള്ള ബിരിയാണീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കും. കാരണം എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബിരിയാണി മാത്രമല്ല, ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെയാണ് ഉള്ളത്. ഈ ഒരു ചിക്കൻ 65 40 രൂപയാണ് റേറ്റ് വരുന്നത്. ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കോ. 20 രൂപ കൊടുക്കുവാണെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ബിരിയാണി റൈസും കിട്ടും. അപ്പൊ ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11:30ക്കാണ്. അപ്പൊ നല്ലൊരു റാവുത്തർ ബിരിയാണിയെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ലൊക്കേഷൻ വരുന്നത് ഹൈക്കോർട്ടിനടുത്ത് കോമ്പാറ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബാബു ബിരിയാണിയാണ്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മൾ എന്തായാലും വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? അടിപൊളി ബിരിയാണി, നല്ല സ്പൈസി കൂടെയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 65 വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല ഭക്ഷണം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലൊക്കേഷനും ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വളരെ തന്നെ എഴുതിയാണ്. ഓക്കെ, എന്തായാലും എനിക്കതല്ല മനസ്സിലാവാത്ത അവിടുത്തെ ആദ്യത്തെ കസ്റ്റമർ നമ്മളാണ്. 11:30 നമ്മൾ വന്നിട്ട് ഓപ്പൺ ആയെന്ന് ചോദിച്ചപ്പം ഓപ്പൺ ആയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളാണ് ആദ്യത്തെ കസ്റ്റമർ. 1 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലഞ്ച് ടൈം ആകുമ്പോൾ കുറേ ആൾക്കാർ വരും. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക്. ഇപ്പൊ നല്ല ചൂട് ബിരിയാണി. അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ എന്തായാലും സ്ഥലം കിട്ടിയായിരുന്നു. നേരത്തെ വന്നുകൊണ്ട് നമുക്ക് 2-3 യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, തിരക്കില്ലായിരുന്നു, നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാനും വീഡിയോ എടുക്കാനും പറ്റി. 2, മെയിൻ കാര്യം, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. കറക്റ്റ് ഫ്രണ്ടിലായിട്ട് ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിവിടെ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലവും കിട്ടി, സുഖമായിട്ട് ബിരിയാണി കഴിക്കാനും പറ്റി. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം വീഡിയോ എടുക്കുന്ന കാര്യം ശരിക്കും ഞാൻ മറന്നുപോയി. ഞാനൊരു അത്രയും വലിയൊരു യൂട്യൂബർ ആ ഒരു സാധനം എടുത്തല്ല ഇതുവരെയും കയറിയിട്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്ത് നമ്മൾ ആ ഒരു സ്പോട്ടിൽ വന്ന് എടുത്തെടുത്ത് ഈ യൂട്യൂബിന്റെ കാര്യം എപ്പോഴും വിട്ടുപോകും. ഇനി അത് മാത്രമല്ല, ഞാനിവിടെ വണ്ടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഫുഡ് ഹണ്ട് നമ്മൾ ഇന്ന് എറണാകുളത്ത് കാറിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അതും വേറൊരു കാര്യം കൂടെ, ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. അതുകൊണ്ട് തന്നെ മിക്ക കടകളും അവധിയാണ്. റോഡൊക്കെ കണ്ടോ, ഒരു ഫ്രൈഡേ ആയിട്ട് കിടക്കുന്നുണ്ടോ, ഒട്ടും തിരക്കില്ലാത്തത് ഹോളിഡേ ആയതുകൊണ്ടാണ്. നമ്മൾ ഈ സൺഡേ ഹോളിഡേയ്സ് മാത്രമാണ് ഈ ഫുഡ് ഹണ്ടിന് ഇറങ്ങുന്നത്. അല്ലാണ്ട് വർക്കിംഗ് ഡേയ്സിലൊന്നും നമ്മൾ ഇതുവരെയും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ പോണത് ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ്. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ അവക്കാഡോ ഷേക്കും പിന്നെ കുറച്ച് അടിപൊളി ഷേക്കൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പോൾ ആ കട കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കണ്ടു കിട്ടി. ഇന്ന് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് നല്ല ചൂട് ബിരിയാണിയൊക്കെ കഴിച്ചതിൻ്റെ ഒരു ഇതിൽ നല്ലൊരു അവക്കാഡോ ഷേക്കും കൂടെ കുടിക്കാം. പക്ഷെ കട ഇതിപ്പോൾ എവിടെയാന്നുള്ളത് കണ്ടുപിടിക്കല്ലേ? മറൈൻ ഡ്രൈവ് അല്ലേ ഇത്? ഹൈക്കോടതി ജംഗ്ഷൻ പുറകിലോട്ടല്ലേ ഇത്? മറൈൻ ഡ്രൈവ് പോണല്ലേ? സെന്റ് തെരേസസിന്റെ ആ ഭാഗത്തല്ലേ ഹൈക്കോർട്ട്? ഹൈക്കോർട്ട് എവിടെയാ? എന്നാ കുഴപ്പമില്ല. നമ്മൾ കട കണ്ടുപിടിച്ചു. ഒരു റീലില് ഏകദേശം ഐഡിയ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ കട കണ്ടുപിടിച്ചു. കട ഓപ്പൺ ആണ്. നമ്മൾ ഇന്ന് അവക്കാഡോ ഷേക്കും കുടിക്കും. കുറച്ച് മുമ്പ് ഞാൻ തൊണ്ട അടച്ചിട്ട് കിടന്ന് വളം വെച്ചായിരുന്നു. ഇനി ഇതും കൂടെ കുടിക്കുമ്പോൾ നമുക്ക് സെറ്റാവും. പിന്നെ നമുക്ക് പ്രയോജനം. ഈ ഹോളിഡേ ആയതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ട്, പക്ഷെ എന്തില്ല, ഉണ്ട്. അപ്പം നമ്മൾ ഷേക്ക് കുടിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ കൊച്ചി ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു കട ശ്രദ്ധിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ചൂട് ഓരോ ദിവസം കൂടി വരികയാണ്. ഇവിടെ നല്ല തണുത്ത അവക്കാഡോ ഷേക്കും സ്ട്രോബെറി ഷേക്കും ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടും. അതുപോലെ തന്നെ നല്ല തിരക്കുള്ള ഒരു സ്പോട്ടും കൂടിയാണ്. നല്ല ഫ്രഷ് അവക്കാഡോസും സ്ട്രോബെറീസ് ഒക്കെ വെച്ചിട്ടാണ് ഇവരുടെ ഷേക്ക് റെഡിയാക്കുന്നത്. 2 ഷേക്കിനും 75 രൂപയാണ് റേറ്റ് വരുന്നത്. സ്ട്രോബെറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു ചെറിയ പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ട്രൈ ചെയ്യുന്നത് ഞാൻ കണ്ടതും അവക്കാഡോ ഷേക്കാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ്.
നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ് കേട്ടോ രണ്ടും. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഷേക്കൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർക്ക് ലൊക്കേഷൻ പറഞ്ഞുതരാം. നമ്മുടെ ഹൈക്കോർട്ടിലുള്ള ഇൻഫന്റ് ജീസസ് ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പേരില്ലാത്ത ഈ ഒരു കുഞ്ഞു കടയാണ്. അപ്പോൾ എന്തായാലും ഈ വഴി പോകുന്നവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക.